ഹലോ, ചിന്തൂസ് എഫ് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വിക്രമിനോട് രാധയെക്കുറിച്ച് സംസാരിക്കുന്ന ജീനയാണ്. പിന്നീട് കാണിക്കുന്നത് കടയിൽ നിന്നും സാധനം വാങ്ങിക്കുന്ന വിഷയ ഓരോ സാധനത്തിൻ്റെ പേര് പറയുമ്പോഴും കടക്കാരൻ വിഷയം മൈൻഡ് വെക്കുന്ന പോലുമില്ല. എന്നിട്ട് കടക്കാരൻ പറയുന്നുണ്ട് വിഷയോട്, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സാധനവും പോലും ക്യാഷ് തരാതെ തരരുത് എന്ന്. ഇത് കേട്ടുകൊണ്ട് വിഷു അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ ജീന പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് കിടക്കുന്ന വിക്രമിനെയാണ്. കടയിൽ നിന്നും വിശ്വ നേരെ ചെന്നത് ജോയിയുടെ മുന്നിലേക്ക്. ജോയിയോട് പൈസ കടം ചോദിക്കുകയും അത് തനിക്ക് തരാൻ പറ്റില്ലെന്ന് ജോയി പറയുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് വിഷയെ കണ്ട ശ്രീജ സുഖമില്ലാതെ അഭിനയിക്കുന്നതാണ്. ശ്രീജയുടെ മുന്നിലെത്തിയ വിശ്വന് ഭയങ്കര വിഷമത്തോടെ പറയാണ് തനിക്ക് സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്ന്. ഇത് കേട്ട ശ്രീജ പറയുന്നുണ്ട് വേദയ്ക്ക് നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട വിശ്വൻ നേരെ നടന്നു ചെല്ലുന്നത് വേദയുടെ അടുത്തേക്ക്. വേദ വിശ്വനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നീട് വേദ പറയാണ് തൻ്റെ ഫ്രണ്ടിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റീൽ കമ്പനിയിൽ തനിക്ക് വേണ്ടി ഒരു ജോലി റെഡിയാക്കിയിട്ടുണ്ട് എന്നും റെഡി ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ പോകാം എന്നും. ഇത് കേട്ട വിശ്വന് വളരെയധികം സന്തോഷമാവുകയും വേദയോട് നന്ദി പറയുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ചെല്ലുന്ന വിശ്വനെയാണ്. വിശ്വൻ ശ്രീജയോട് പറയുന്നുണ്ട് തനിക്ക് വേദ ഒരു ജോലി ശരിയാക്കിയെന്നും താൻ ഇനി പണ്ടത്തെ പോലെ ആവില്ല എന്നും ജോലി ചെയ്ത് ജീവിക്കുമെന്നും. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന വിക്രമിന് ഭക്ഷണം കൊണ്ടുപോകുന്ന വേദയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കിടുന്നുണ്ട്. വിക്രം വേദയോട് പറയാണ് നീ വന്നതിന് ശേഷമാണ് തനിക്ക് സമാധാനം ഇല്ലാത്തതെന്നും നീ വന്നതിന് ശേഷമാണ് തൻ്റെ അമ്മ തന്നിൽ നിന്ന് അകന്നതെന്നും. ഇത് കേട്ട വേദ ദേഷ്യത്തോടെ ചോറെടുത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചോറ് കഴിക്കാൻ ഒളിഞ്ഞു വന്ന വിക്രമിനെയാണ്. രാവിലെ തന്നെ വിശ്വന് പൊതിച്ചോറ് പൊതിയുന്ന ശ്രീജയാണ് പിന്നീട് കാണിക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ബൈ ബൈ.